മാധവാ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവാ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോദനന്ദന ജയോ ബ്രജനരഞ്ജന ജയോ യശോദനന്ദന ജയോ ബ്രജനരഞ്ജന ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ ജഗന്നാഥ ജയോ ജഗന്നാഥ ബലദേവ ജയോ സുഭദ്രമയി ജയോ ഗൗരനിത ജയോ ഗൗരനിത ഗൗരനിത ജയോ ഗൗരനിത ജയ ജയ പ്രഭുപാദ Prabhupada, Prabhupada, Jaya Jaya Prabhupada, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. हरनाम संकीर्तन महायज्ञ की जय, श्रीमद् भागवत भगवद गीता पठन यज्ञ की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, गौर प्रमानंदे हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം നിത്യം ഭാഗവതം പഠിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകത്തിലാണ് കൃഷ്ണന്റെ കൃപ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിയല്ലേ? 1:9:27 അല്ലേ? കേൾക്കാമോ? കേൾക്കാമോ? Yes, yes, Prabhu, yes. Hare Krishna, കേൾക്കാം. താങ്ക് യു പ്രഭു, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ ശ്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ ശ്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ ശ്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. വേർഡ് ബൈ വേർഡ് മീനിങ്. ദാനധർമാൻ, ദാനധർമ്മങ്ങൾ. രാജധർമാൻ, രാജാവിന്റെ പ്രവർത്തനങ്ങൾ. മോക്ഷധർമാൻ, പരിത്രാണത്തിനുള്ള നടപടികൾ, മോക്ഷദായകമായ കർമ്മങ്ങൾ. വിഭാഗശഃ, വിഭാഗങ്ങളാൽ. ശ്രീധർമാൻ, ശ്രീജനങ്ങളുടെ കർത്തവ്യങ്ങൾ. ഭഗവദ്ധർമാൻ, ഭക്തരുടെ കർമ്മങ്ങൾ.
സമാസ പൊതുവായ വ്യാസ സ്പുഷ്ടമായി യോഗത മാർഗമാക്കി ഉപായമാക്കി വിവർത്തനം. അനന്തരം ദാനധർമ്മങ്ങളെയും ഒരു രാജാവിന്റെ കർത്തവ്യങ്ങളെയും മോശ സാധനയ്ക്കുതകുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ച് ഭീഷ്മർ സ്ഫുടമായി വിശദീകരിച്ചു. പിന്നീട് അദ്ദേഹം സ്ത്രീജനങ്ങളുടെയും ഭക്തരുടെയും കർത്തവ്യങ്ങളെ കുറിച്ച് സംക്ഷേപമായും സാർവത്രികവുമായി വ്യക്തമാക്കി. ഭാവാർത്ഥം. AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ദാനം ചെയ്യുക എന്നത് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ മുഖ്യ കർത്തവ്യങ്ങളിൽ ഒന്നാകുന്നു. കഠിന അധ്വാനം ചെയ്ത് സമ്പാദിച്ച വരുമാനത്തിന്റെ 50% ദാനമായി നൽകാൻ തയ്യാറാകണം. ഒരു ബ്രഹ്മചാരി യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. ഗൃഹസ്ഥാശ്രമി ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പരിത്യാഗ ജീവിതം സ്വീകരിച്ചവർ തപശ്ചര്യയും ലളിത ജീവിതവും പരിശീലിക്കണം. ഇവയൊക്കെയാണ് ആത്മസാക്ഷാത്കാര പാതയിലേക്കുള്ള എല്ലാ ആശ്രമങ്ങളുടെയും പൊതുവായ നടപടികൾ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സ്വത്തായി ലോകത്തെ മനസ്സിലാക്കത്തക്ക വിധം പര്യാപ്തമായ രീതിയിലായിരിക്കണം ബ്രഹ്മചാര്യ ജീവിത പരിശീലനം നൽകേണ്ടത്. അതിനാൽ ലോകത്തിലെ യാതൊന്നിന്റെയും ഉടമസ്ഥനാണ് എന്ന് ആരും അവകാശവാദം ഉന്നയിക്കരുത്. നിയന്ത്രണ വിധേയമായ ലൈംഗിക ആസ്വാദനത്തിനുള്ള അനുമതി ലഭ്യമായ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഭഗവത് സേവനത്തിനായി ദാനം നൽകണം. ഏവരുടെയും ഊർജം ഭഗവാന്റെ ഊർജ സംഭരണിയിൽ നിന്നും ഉത്പാദിക്കപ്പെട്ടതോ കടം കൊണ്ടതോ ആണ്. ആയതിനാൽ അത്തരം ഊർജത്തിന്റെ പരിണിത ഫലമായ പ്രവൃത്തികൾ അതീന്ദ്രിയ പ്രേമയുക്ത ഭഗവത് സേവനത്തിലൂടെ ഭഗവാന് സമർപ്പിക്കണം. സമുദ്രങ്ങളിൽ നിന്നും മേഘങ്ങൾ മുഖേന നദികൾ ജലം സ്വീകരിക്കുകയും വീണ്ടും ആ ജലം തിരിച്ച് സമുദ്രത്തിൽ നിബന്ധിക്കുകയും ചെയ്യുന്നത് പോലെ പരമസ്രോതസ്സിൽ നിന്നും, അതായത് ഭഗവാനിൽ നിന്നും കടം കൊണ്ട നമ്മുടെ ഊർജം ഭഗവാന് തിരിച്ച് നൽകേണ്ടതാകുന്നു. നമ്മുടെ ശക്തിയുടെ പരിപൂർണത അപ്രകാരമാകുന്നു. ഭഗവത്ഗീത 9-ാം അധ്യായം 27-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും ദാനം ചെയ്യുന്നതും തപസ്സു ചെയ്യുന്നതുമെല്ലാം എനിക്ക്, അതായത് ഭഗവാന് സമർപ്പണമായി ചെയ്യുക. ഭഗവത്ഗീത. കടം കൊണ്ട നമ്മുടെ ഊർജത്തെ വിനിയോഗിക്കേണ്ടത് അപ്രകാരമാകുന്നു. അത്തരത്തിൽ നമ്മുടെ ശക്തി വിനിയോഗിക്കപ്പെടുമ്പോൾ അത് ഭൗതിക ലഹരിയുടെ മാലിന്യങ്ങളിൽ നിന്നും പവിത്രമാകുന്നു. അപ്രകാരം നാം നമ്മുടെ യഥാർത്ഥ സ്വാഭാവികമായ ജീവിതമാകുന്ന ഭഗവത് സേവനത്തിന് യോഗ്യരായി തീരുന്നു. നമ്മൾ ഇത്രയും സംസാരിച്ചത് ദാനധർമ്മത്തിനെ കുറിച്ചാണ്. ഇനി സംസാരിക്കാൻ പോകുന്നത് ഭാവാർത്ഥത്തിൽ രാജധർമ്മത്തിനെ കുറിച്ചാണ്. രാഷ്ട്രീയ പരമാധികാരത്തിനുള്ള ആധുനിക നയതന്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ മഹത്തായ ശാസ്ത്രമാകുന്നു രാജധർമ്മം. രാജാക്കന്മാർ ഉദാരമതികളായി തീരുന്നതിനായി ക്രമനിബന്ധമായ ശിക്ഷണം നൽകപ്പെട്ടവരായിരുന്നു. അവർ വെറും നികുതി പിരിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്നവർ മാത്രമായിരുന്നില്ല. പ്രജാക്ഷേമത്തിനായി മാത്രം വിവിധ പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ശിക്ഷണം ലഭിച്ചവരായിരുന്നു. പരിത്രാണം അഥവാ മോക്ഷപ്രാപ്തിക്കായി പ്രജകളെ നയിക്കുക എന്നത് ഒരു രാജാവിന്റെ മഹത്തായ കർത്തവ്യമായിരുന്നു. ജനനം, മരണം, രോഗം, വാർദ്ധക്യം എന്നിവയിൽ നിന്നുള്ള പരമമോചനത്തിനായി പ്രജകളെ ആത്മസാക്ഷാത്കാര പാതയിലേക്ക് നയിക്കുന്ന വിഷയത്തിൽ പിതാവും ആധ്യാത്മിക ഗുരുവും രാജാവും നിരുത്തരവാദപരമായി വർത്തിക്കരുത്. ഈ പ്രാഥമിക കർത്തവ്യങ്ങൾ ഉചിതമായി നിറവേറ്റുന്ന പക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന സർക്കാരിന്റെ ആവശ്യമില്ലാതായി തീരുന്നു. ഇന്ന് സാമാന്യ ജനങ്ങൾ യഥാസംഖ്യമായി തരപ്പെടുത്തിയ വോട്ടിന്റെ ബലത്തിൽ ഭരണം കൈക്കൊള്ളുന്നു. എന്നാൽ രാജാവിന്റെ പ്രാഥമിക കർത്തവ്യങ്ങളിൽ അവർ ഒരിക്കലും ശിക്ഷണം നേടുന്നില്ല. മാത്രവുമല്ല,
അത് എല്ലാവരാലും സാധ്യമായ കാര്യവുമല്ല. ഈ സാഹചര്യത്തിൽ പരിതസ്ഥിതികൾക്ക് വിധേയമായി ശിക്ഷിതരല്ലാത്ത ഭരണാധിപന്മാർ സർവപ്രകാരത്തിലും പ്രജകളെ സന്തോഷവാന്മാരാക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ നാശം വിതയ്ക്കുന്നു. അന്യഥ ആ ശിക്ഷിതരായ ഭരണാധിപന്മാർ ക്രമേണ തെമ്മാടികളും കള്ളന്മാരുമായി തീരുന്നു എന്ന് മാത്രമല്ല, വ്യർത്ഥമായ ഭരണത്തിന് ധനം മുടക്കുന്നതിനായി നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരം ഭരണ പരിഷ്കാരങ്ങളെല്ലാം തന്നെ കൊള്ളരുതാത്തവയുമാണ്. മനുസംഹിതയും പരാശര മുനിയുടെ ധർമ്മശാസ്ത്രങ്ങളും പോലുള്ള പരിശുദ്ധ നിയമഗ്രന്ഥങ്ങളെ ആധാരമാക്കി ഉചിതമായ ഭരണത്തിന് രാജാക്കന്മാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതിനെയാണ് യോഗ്യരായ ബ്രാഹ്മണരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഉത്തമ രാജാവ് സാമാന്യ ജനങ്ങൾക്ക് ആദർശധീരനായിരിക്കണം. രാജാവ് ദൈവഭക്തിയുള്ളവനും ധർമ്മനിഷ്ഠനും സുവിക്രാന്തനും ഉദാരമതിയുമാണെങ്കിൽ പൊതുവെ പ്രജകൾ അദ്ദേഹത്തെ അനുവർത്തിക്കുന്നു. അപ്രകാരമുള്ള ഒരു രാജാവ് പ്രജകളുടെ ചിലവിൽ ജീവിക്കുന്ന, ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ മുഴുകുന്ന മടിയനായ വ്യക്തിയല്ല. മറിച്ച് കള്ളന്മാരെയും കൊള്ളർക്കാരെയും ശിക്ഷിക്കാൻ സദാ ജാഗരൂകനായ ഭരണാധികാരിയായിരിക്കും ധർമ്മനിഷ്ഠനായ രാജാക്കന്മാർ. അർത്ഥശൂന്യമായ അഹിംസയുടെ പേരിൽ അത്തരക്കാരോട് ദയ കാട്ടുന്നവരായിരുന്നില്ല. സംഘടിത സമൂഹത്തിൽ ഭാവിയിൽ ദ്രോഹങ്ങൾ പ്രവർത്തിക്കാൻ ആരും ധൈര്യപ്പെടാത്ത വിധത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അത്തരം കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പോൾ കാണപ്പെടുന്നത് പോലെ ഭരണാധിപന്മാരാവാൻ ഉദ്ദേശിക്കപ്പെട്ടവരല്ല. നികുതി നിയമം വളരെ ലളിതമായിരുന്നു. അതിൽ ബലാത്കാരമോ അതിക്രമമോ ഇല്ലായിരുന്നു. പ്രജകളുടെ വരുമാനത്തിന്റെ 1/4 ഭാഗം രാജാവിന് അവകാശപ്പെട്ടതായിരുന്നു. തന്റെ ധനത്തിന്റെ ഒരു ഭാഗം രാജാവിന് നികുതിയായി നൽകേണ്ടി വരുന്നതിൽ അഥവാ രാജാവുമായി പങ്കുവെക്കേണ്ടി വരുന്നതിൽ വിദ്വേഷമോ വെറുപ്പോ കാട്ടേണ്ടതില്ല. എന്നാൽ ധർമ്മശീലനായ രാജാവിനാലും ധർമ്മ്യമായ സ്വൈര ഐക്യത്താലും പ്രകൃതി സമ്പത്തുക്കളായ ധാന്യങ്ങൾ, ഫലങ്ങൾ, പൂക്കൾ, നൂൽ, പരുത്തി, ക്ഷീരം, രത്നങ്ങൾ, ധാതുക്കൾ മുതലായവയൊക്കെ യഥേഷ്ടം ഉണ്ടാവുന്നു. ആകയാൽ ആരും തന്നെ ഭൗതികമായി അസന്തുഷ്ടരാകേണ്ടതില്ലായിരുന്നു. പ്രജകൾ കൃഷിയിലും മൃഗപരിപാലനത്തിലും സമ്പന്നരായിരുന്നു. ധാന്യങ്ങളും ഫലങ്ങളും പാലുമൊക്കെ യഥേഷ്ടമുള്ളതിനാൽ അവർക്ക് കൃത്രിമമായ സോപ്പുകളുടെയോ ചായങ്ങളുടെയോ സിനിമകളുടെയോ മദ്യശാലകളുടെയോ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. മനുഷ്യരുടെ നിയന്ത്രിത ഊർജം യഥോചിതമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് രാജാവ് ഉറപ്പുവരുത്തേണ്ടിയിരുന്നു. മാനവശക്തി മൃഗങ്ങളുടേതായ സഹജവാസന നിറവേറ്റാനായല്ല, മറിച്ച് ആത്മസാക്ഷാത്കാരത്തിനായുള്ളതാകുന്നു. മുഴുവൻ സർക്കാരും ഈ പ്രത്യേക ഉദ്ദേശ്യത്തെ പൂർത്തീകരിക്കാനായി സവിശേഷമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. ആവിധം രാജാവിന് ഭരണസമിതിയിലെ അംഗങ്ങളായ മന്ത്രിമാരെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ യഥോചിതമായി തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നു. മന്ത്രിമാർ, സൈനാധിപന്മാർ തുടങ്ങിയ സാധാരണ പടയാളികൾ വരെ വ്യക്തിഗത യോഗ്യതയ്ക്ക് അനുസരിച്ച് നിയമിക്കപ്പെട്ടിരുന്നു എന്നു മാത്രമല്ല, അവരെ പദവികളിൽ നിയമിക്കുന്നതിന് മുമ്പ് രാജാവ് അവരുടെ മേൽനോട്ടം ശരിയായ വണ്ണം വഹിക്കേണ്ടതായും ഉണ്ടായിരുന്നു. തപസ്വികൾ അഥവാ ആത്മജ്ഞാന പ്രചരണത്തിനായി സർവ്വതും പരിത്യജിച്ച വ്യക്തികൾ ഒരിക്കലും അധപതിക്കപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ രാജാവിന് പ്രത്യേക ജാഗ്രത ചെലുത്തേണ്ടതായും ഉണ്ടായിരുന്നു.
പരിശുദ്ധ ഭക്തന്മാർക്കുണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള അധിക്ഷേപവും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് രാജാവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. കള്ളന്മാരുടെയും കൊള്ളക്കാരന്മാരുടെയും പോലും വിശ്വസ്ത നേതാക്കളായിരുന്നു അത്തരം തപസ്വികൾ. അവർ തപസ്വികളുടെ ആജ്ഞകളെ ഒരിക്കലും അനുസരിക്കാതിരിക്കുകയുമില്ല. രാജ്യത്തെ അജ്ഞർക്കും നിസ്സഹായരായവർക്കും വിധവകൾക്കും രാജാവ് പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കാറുണ്ടായിരുന്നു. ശത്രുക്കൾ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ സൈന്യ സജ്ജീകരണം നടത്തുമായിരുന്നു. നികുതി പ്രക്രിയ ലളിതവുമായിരുന്നു എന്ന് മാത്രമല്ല, അത് ദുർവ്യായം ചെയ്യപ്പെടാതെ കരുതൽ ധനത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ളതായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പടയാളികളെ നിയമിച്ചിരുന്നു എന്ന് മാത്രമല്ല, പ്രത്യേക കർത്തവ്യങ്ങൾക്കായി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയെല്ലാം രാജധർമ്മം എന്നുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീല പ്രഭുപാദർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് മോക്ഷധർമ്മത്തിനെ കുറിച്ച് പ്രഭുപാദറിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. മോക്ഷപ്രാപ്തിക്കായി ഒരാൾ കാമം, ക്രോധം, നിയമവിരുദ്ധമായ അഭിലാഷങ്ങൾ, ലോഭം, വിഭ്രമം എന്നീ മൗലിക ഘടകങ്ങളെ കീഴടക്കേണ്ടതാകുന്നു. ഇനി ഓരോന്നും എങ്ങനെ ചെയ്യാന്ന് പറയുന്നു. ക്രോധത്തിൽ നിന്നും സ്വതന്ത്രനാകാൻ ക്ഷമാശീലം അഭ്യസിക്കണം. നിയമവിരുദ്ധമായ അഭിലാഷങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ അത്തരം പ്രവർത്തന പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്യാതിരുന്നാൽ മതിയാകും. ആത്മീയ സംസ്കാരത്തിലൂടെ നിദ്രയെ കീഴടക്കാൻ കഴിവുണ്ടാകുന്നു. സഹനത്തിലൂടെ ദുരാഗ്രഹങ്ങളെയും ലോഭത്തെയും കീഴടക്കാൻ പറ്റുന്നു. നിയന്ത്രിതമായ ആഹാരത്തിലൂടെ നിരവധി രോഗങ്ങൾ നിമിത്തമുണ്ടാകുന്ന വിഷമതകളെ ഒഴിവാക്കാൻ കഴിയുന്നു. ആത്മനിയന്ത്രണത്തിലൂടെ മിഥ്യാപ്രതീക്ഷകളിൽ നിന്നും ഒരാൾ സ്വതന്ത്രമാക്കപ്പെടുന്നു. അനാവശ്യ സംസർഗം വർജിക്കുന്നതിലൂടെ ധനദുർവ്യായങ്ങളിൽ ഉണ്ടാകുന്നില്ല. ലാഭേച്ഛയെ ലോകത്തിലെ അസ്ഥിരതയെ സംബന്ധിച്ച ജ്ഞാന സംവർദ്ധനത്തിലൂടെ ഒഴിവാക്കാൻ കഴിയുന്നു. വിശപ്പിനെ യോഗ പരിശീലനത്തിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. മാന്ദ്യത്തെ ഉണർവുകൊണ്ടും തെറ്റായ തർക്കങ്ങളെ ഖണ്ഡിതമായ വാദമുഖങ്ങളാലും പരാജയപ്പെടുത്താൻ കഴിയുന്നു. വാചാലതയെ നിശബ്ദത കൊണ്ടും ഗൗരവത്താലും ഭീരുത്വത്തെ വീര്യത്താലും ഒഴിവാക്കാൻ കഴിയുന്നു. സ്വയം സംസ്കരണത്തിലൂടെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ കഴിയും. എന്താണത്? സ്വയം സംസ്കരണത്തിലൂടെ പരിപൂർണ ജ്ഞാനം പ്രാപ്തമാക്കുവാനും ആർജിക്കുവാനും മോക്ഷമാർഗം കൈവരിക്കുവാനും കാമം, ലോഭം, ക്രോധം, മോഹം തുടങ്ങിയവയിൽ നിന്നും സ്വതന്ത്രനാകണം. സ്വയം സംസ്കരണത്തിലൂടെ ഇവയിൽ നിന്നും സ്വതന്ത്രമാകണം. അടുത്തത് പറയുന്നത് സ്ത്രീ ജനങ്ങളുടെ ധർമ്മത്തിനെ കുറിച്ചാണ്. സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷന്മാരുടെ പ്രചോദന ശക്തിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വണ്ണം സ്ത്രീജനങ്ങൾ പുരുഷന്മാരെക്കാൾ അതിശക്തരായിരുന്നു. ഭുജബല പരാക്രമനായ ജൂലിയസ് സീസർ ക്ലിയോപാട്രയാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അത്തരം അതിശക്തരായ സ്ത്രീകൾ ലജ്ജയാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ആകയാൽ ലജ്ജ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ടതാകുന്നു. ഒരിക്കൽ ഈ ലജ്ജ ഇല്ലാതായാൽ പിന്നെ അവർ വ്യഭിചാരത്തിൽ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്നു. ലോകത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വർണ്ണസങ്കരം എന്ന് വിശേഷിക്കപ്പെടുന്ന അനാവശ്യ സന്തതികളുടെ സൃഷ്ടി എന്നാകുന്നു വ്യഭിചാരത്തിന്റെ അർത്ഥം. ഇനി പറയുന്നത് ശ്രീല പ്രഭുപാദർ ഭക്തന്മാരുടെ ധർമ്മത്തിനെ കുറിച്ചാണ്. ഭീഷ്മദേവനാൽ ഉപദേശിക്കപ്പെട്ട അവസാനത്തെ വിഷയം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പ്രക്രിയയാകുന്നു. നാം എല്ലാവരും ഭഗവാന്റെ ശാശ്വത സേവകരാണ്. എപ്പോൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഈ ആവശ്യ ഘടകത്തെ നാം വിസ്മരിക്കുന്നുവോ അപ്പോൾ ജീവിതത്തിന്റെ ഭൗതിക അവസ്ഥയുടെ മാലിന്യങ്ങളിൽ തള്ളപ്പെടുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഈ ലളിത പ്രക്രിയ വിശേഷിച്ചും ഗൃഹസ്ഥാശ്രമങ്ങൾക്കായുള്ളത്
ഭഗവത് വിഗ്രഹം ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്നതാണ്. വിഗ്രഹത്തിൽ ഏകാഗ്രമാക്കുന്ന പ്രകാരം നിത്യേനയുള്ള ജോലികളിൽ ഉയർച്ചയുണ്ടാകുന്നു. ഭവനത്തിലെ വിഗ്രഹാരാധന, ഭക്തസേവനം, ശ്രീമദ് ഭാഗവത ശ്രവണം, പുണ്യസ്ഥലവാസം, ഭഗവത് ദിവ്യനാമജപം എന്നിവയൊക്കെ ഭഗവത് പ്രീതി പ്രാപ്തമാക്കാനുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളാകുന്നു. അപ്രകാരം പിതാമഹൻ തന്റെ പൗത്രർക്ക് ശ്രദ്ധാവിഷയങ്ങളെ സംബന്ധിച്ച് സവിസ്താരം വിസ്തരിച്ചു കൊടുത്തു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരിതിശേ നമഃ. നമോ ബ്രാഹ്മണദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപിതരൂപേച്ഛ കൃപാസിന്ധുഭേവച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിശുദ്ധായ കൃഷ്ണപക്ഷായ ഭദ്രേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത സമേതസേ പ്രചാരണ ലോകധാരണ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. ഹരേ കൃഷ്ണ. പ്രഭു സന്മാതാജി, ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ മനോഹരമായ, നമ്മുടെ ജീവിതത്തിനെ സ്പർശിക്കുന്ന വിഷയമാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് സരശയിൽ കിടക്കുന്ന ഭീഷ്മദേവൻ പുതിയ രാജാവായ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാണ്ഡവരിൽ മൂത്ത ആളായ യുധിഷ്ഠിര മഹാരാജാവിനോട് കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ശ്ലോകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ എങ്ങനെ രാജ്യം ഭരിക്കണമെന്നും എങ്ങനെ ദാനങ്ങൾ ചെയ്യണമെന്നും മോക്ഷത്തിന്റെ ധർമ്മം എന്താണെന്നും സ്ത്രീകളുടെ കർത്തവ്യം എന്താണെന്നും ഭഗവത് ഭക്തന്മാരുടെ കർത്തവ്യങ്ങൾ എന്താണെന്നും അവരുടെ ധർമ്മം എന്താണെന്നും ഒക്കെ വിസ്തരിച്ച് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ പറയുന്നതിന്റെ ഭാഗത്തിൽ നിന്നുമാണ് ഇന്നത്തെ ഈ ശ്രീമദ് ഭാഗവത ശ്ലോകം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന്റെ പിന്തുടർച്ചയായി ഇതിന് ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഭക്തന്മാർ വളരെ മനോഹരമായി ക്ലാസ് എടുക്കുകയുണ്ടായി. ഡെയിലി ഭാഗവതം ക്ലാസ്സിന് കയറുന്ന ആൾക്കാർ ശരിക്കും നല്ലൊരു വിരുന്നാണ് ഭക്തന്മാരെല്ലാവരും ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ ദാനധർമ്മത്തിനെ കുറിച്ചും രാജധർമ്മത്തിനെ കുറിച്ചും മോക്ഷധർമ്മത്തിനെ കുറിച്ചും സ്ത്രീധർമ്മത്തിനെ കുറിച്ചും ഭഗവത് ധർമ്മത്തിനെ കുറിച്ചുമുള്ള 5 വ്യത്യസ്ത ധർമ്മങ്ങളെ കുറിച്ചാണ് അതിവിശാലമായ രീതിയിലുള്ള ഒരു ഭാവാർത്ഥത്തിലൂടെ ശ്രീല പ്രഭുപാദർ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭാവാർത്ഥത്തിൽ തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടും 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ചർച്ച ചെയ്ത് ഇത്രയും വിഷയങ്ങൾ തീരത്തില്ല. എന്നിരുന്നാലും സമുദ്രത്തിന്റെ ഒരു ഭാഗത്തിലിരുന്ന് ഒരു ചെറിയ ഒരു ഏരിയയെ കുറിച്ച് മാത്രം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ ഭീഷ്മദേവൻ അതിവിശാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ ധർമ്മങ്ങളെ കുറിച്ച് വാചാലനാകുമ്പോൾ ദ്രൗപദി ചോദിക്കുകയാണ്, അങ്ങ് ഇത്രയും ധർമ്മങ്ങളെ കുറിച്ച് വാചാലനാകുന്നുവല്ലോ, അങ്ങേക്ക് എന്തുകൊണ്ട് ഈ ധർമ്മമൊന്നും കുരുക്കളുടെ സഭയിൽ വെച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അങ്ങ് സംസാരിച്ചില്ല എന്ന് ചോദിക്കുന്നു. അതിന്റെ ആൻസറായി ഭീഷ്മദേവൻ പറയുകയാണ്, എനിക്കറിയാം ദ്രൗപദി അങ്ങ് ഈ ചോദ്യം ചോദിക്കുമെന്ന്. അതിന് ആൻസർ ഇതാണ്, ഞാൻ സംഘദോഷം, സ്പർശദോഷം, അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം ഇവയിൽ ഞാൻ അന്ന് പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബോധമണ്ഡലം കളങ്കിതമായി.
അപ്പൊ ആരാണോ എത്ര നല്ല മനുഷ്യരായിരുന്നാലും അന്നദോഷം, സ്പർശദോഷം, സംഘദോഷത്തിൽ പെട്ടുപോകുന്നത് അവരുടെ ഒരു കഴിവും പുറത്തെടുക്കാൻ കഴിയില്ല. അന്നത്തെ അവസ്ഥയിൽ ഞാൻ സംഘദോഷിതനായിരുന്നു, സ്പർശദോഷിതനായിരുന്നു, അന്നദോഷിതനുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബോധത്തിൽ, എൻ്റെ ഉള്ളിൽ ഈ ധർമ്മങ്ങളും ന്യായവും നീതിയും ഒക്കെ ഉണ്ടെങ്കിലും അത് എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലൂടെ ഭീഷ്മദേവൻ നമ്മളോട് പറയുന്നത്, നമ്മുടെ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരിക്കലും അന്നദോഷം, സ്പർശദോഷം, സംഘദോഷത്തിൽ പെട്ടുപോകരുത്. അന്നദോഷം എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാർ തരുന്ന ആഹാരം കഴിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ യഥാർത്ഥ കഴിവുകളൊന്നും പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, മന്ദീഭവിച്ചു പോകും. ദുര്യോധനൻ തന്ന ഭക്ഷണമാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഒരു സൈന്യാധിപൻ എന്നുള്ള അർത്ഥത്തിൽ ഭീഷ്മദേവൻ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ട വിധം ന്യായം നീതി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സ്പർശദോഷം എന്ന് പറയുമ്പോൾ ദുര്യോധനാദികൾ മൊത്തം വന്ന് അദ്ദേഹത്തിന്റെ പാദത്തിൽ കമന്ന് വീണ് നമസ്കരിക്കുമായിരുന്നു. പാദത്തിൽ തൊടുന്ന ആ സ്പർശനം കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി അദ്ദേഹത്തിന്റെ ബുദ്ധി വർക്ക് ചെയ്യാതെ ആയിപ്പോയി. അതുകൊണ്ട് ശരി എന്നറിഞ്ഞാലും അതിനെ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭീഷ്മദേവനാകുന്ന അതിശക്തനായ മഹാജനങ്ങളിൽ ഒരാൾക്ക് ബുദ്ധി വർക്ക് ചെയ്യാതെ ആയിപ്പോയി. അതാണ് സ്പർശദോഷം. മൂന്നാമത്തത് സംഘദോഷം. ശകുനിയും കർണനും ദുര്യോധന ആദികളും ഒക്കെ ധൃതരാഷ്ട്ര അടക്കമുള്ള ആൾക്കാരുമായിട്ടാണ് അദ്ദേഹം എന്നും സഹവസിച്ചിരുന്നത്. അവരാരും നീതിക്ക് വേണ്ടി പെരുമാറുന്നവരായിരുന്നില്ല, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിരുന്നില്ല. ദുഷ്ട സംസർഗം കൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല കഴിവുകളൊന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റാതെ ആയിപ്പോയി. അപ്പൊ ഇതാണ് ദ്രൗപദിക്ക് ഉത്തരമായി ഭീഷ്മദേവൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര നല്ല ആൾക്കാരായിരുന്നാലും നമ്മുടെ സംഘമോ നമ്മുടെ അന്നമോ നമ്മുടെ സ്പർശനമോ കളങ്കപ്പെട്ടാൽ നമ്മുടെ യഥാർത്ഥ കഴിവുകളൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ ഒരു അറിവാണ് ദ്രൗപദിക്ക് ഭീഷ്മദേവൻ സ്വയം ജീവിതത്തിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന പ്രധാനപ്പെട്ട അറിവ്. ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും സംഘദോഷ, സ്പർശദോഷ, അന്നദോഷം നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു വലിയൊരു അറിവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മരിലൂടെ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഉപദേശം. ഇനി ഇപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തിന് ഇതെല്ലാം സംസാരിക്കാൻ കഴിയുന്നു? ദാനധർമ്മത്തിനെ കുറിച്ചും രാജധർമ്മത്തിനെ കുറിച്ചും മോശധർമ്മത്തിനെ കുറിച്ചും സ്ത്രീധർമ്മത്തിനെ കുറിച്ചും ഭക്തധർമ്മത്തിനെ കുറിച്ചും ഇപ്പോൾ എങ്ങനെ ഭീഷ്മദേവന് സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ ശയിക്കുന്നത് ശരശയ്യയിലാണ്. അതായത് അമ്പുകൾ കൊണ്ടുള്ള ഒരു ബെഡിലാണ് ഭീഷ്മദേവൻ കഴിഞ്ഞ കുറെ നാളുകളായി കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അമ്പുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകളിലൂടെ അദ്ദേഹത്തിന്റെ രക്തം മുഴുവനും വാർന്നു പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം കൊണ്ട് കളങ്കിതമായ ആ ശരീരത്തിലെ രക്തം മുഴുവനും ഇപ്പോൾ വാർന്നു പോയി ശുദ്ധമായിരിക്കുന്നു. ആ രക്തമെല്ലാം ഭീഷ്മദേവന് ആ ദുഷിച്ച രക്തമെല്ലാം ഒഴുകിപ്പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിൽ തിരിച്ചെത്താൻ കഴിയുകയും അതോടുകൂടി ധർമ്മങ്ങളിലേക്ക് വ്യക്തമായ ബോധത്തോടുകൂടി ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോ ഏതൊരു ഇൻപുട്ടും ഔട്ട്പുട്ട് നമുക്ക് നൽകും. തെറ്റായ ഇൻപുട്ടാണെങ്കിൽ തെറ്റായ ഔട്ട്പുട്ടേ നമുക്ക് നൽകത്തുള്ളൂ. തെറ്റായ സംഘമാണ് ഉണ്ടതെങ്കിൽ നമ്മളിലൂടെ വരുന്നതും തെറ്റായ പ്രവൃത്തികളായിരിക്കും. അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം ദോഷം നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ നിന്നും വരുന്ന പ്രവർത്തനങ്ങളും ദോഷം നിറഞ്ഞതായിരിക്കും എന്ന് ഭീഷ്മദേവൻ ഇവിടെ പ്രതിപാദിക്കുന്നു. അതിന് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാവുന്നതാണ്. നമുക്ക് ബോധത്തിൽ തെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ നമുക്ക് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമുക്ക് ആ ദോഷത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. ഇവിടെ ഭീഷ്മദേവൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ശരീരത്തിൽ തളച്ച അമ്പുകളിലൂടെ വാർന്നു പോയ രക്തത്തിലൂടെ ദുഷിച്ച രക്തമെല്ലാം പോയി ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ ശരീരത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായി അമ്പുകൾ തറപ്പിച്ച് ശരീരത്തിലുള്ള രക്തങ്ങളെല്ലാം കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ഭീഷ്മദേവനെ പോലുള്ള ആംബിയർ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കും ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി മറ്റൊരു ഓപ്ഷൻ എന്താണ് എന്നാണ് ഇവിടെ ഭീഷ്മദേവൻ നമുക്ക്
ഇന്നത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ദാനധർമ്മങ്ങളിലൂടെയും രാജധർമ്മങ്ങളിലൂടെയും മോക്ഷധർമ്മങ്ങളിലൂടെയും ശരിയായ സ്ത്രീധർമ്മം പാലിക്കുന്നതിലൂടെയും ഭഗവത് ഭക്തന്മാരുടെ ശരിയായ ധർമ്മത്തിലൂടെയും നമുക്കും നമ്മുടെ മലിനമായ ബോധത്തിനെ ശരിയാക്കിയെടുക്കാൻ കഴിയും. ശരിയായ രീതിയിലുള്ള ധർമ്മ നിർവഹണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോടി ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത സംഘദോഷം കൊണ്ടും സ്പർശദോഷം കൊണ്ടും അന്നദോഷം കൊണ്ടും ഉണ്ടായ മാലിന്യങ്ങളിൽ നിന്നും പവിത്രീകരിക്കപ്പെട്ട് പുറത്തു വരാൻ ഈ ധർമ്മ അനുഷ്ഠാനങ്ങൾക്ക് കഴിയുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാമഹൻ ഭീഷ്മദേവൻ നമുക്ക് തരുന്ന പാഠം. അപ്പൊ നമുക്ക് ഭീഷ്മദേവനെ പോലെ രക്തശുദ്ധി വരുത്താൻ നമുക്ക് കഴിയില്ല, അതിനുള്ള ശക്തിയില്ല, സ്വച്ഛന്ത മൃത്യു വരവും നമുക്കില്ല. അപ്പൊ നമുക്ക് ഈ ധർമ്മ അനുഷ്ഠാനങ്ങൾ കറക്റ്റായി നിർവഹിച്ചാൽ ഈ പ്രായശ്ചിത്ത കർമ്മത്തിലൂടെ ശരിയായ ധർമ്മ നിർവഹണത്തിലൂടെ നമുക്കും പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലും ഒക്കെ ചെയ്ത സംഘദോഷ സ്പർശദോഷ അന്നദോഷത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു ഉപദേശമാണ് നമുക്ക് വേണ്ടി ബാലപാഠം എന്നുള്ള രീതിയിൽ ABC മുതൽ ശ്രീ ഭീഷ്മദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് കറക്റ്റായി ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ശരിയായ ധർമ്മം അനുഷ്ഠിച്ച് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി ഭഗവത് ധർമ്മത്തിന്റെ പരിപൂർണതയിലെത്താൻ കഴിയുമെന്നാണ് ഭീഷ്മദേവൻ നമുക്ക് നൽകുന്ന ഈ മഹനീയമായ പാഠം. ഭാഗവതത്തിൽ ചെറിയ ഒരു ക്ലൂ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എങ്കിൽ മഹാഭാരതത്തിൽ ഈ ഭാഗം അതിവിശാലമായി തന്നെ വർണ്ണിച്ചിരിക്കുന്നു. എന്തായാലും ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് ഒന്നൊന്നായി. 1 ദാനധർമ്മം, 2 രാജധർമ്മം, 3 മോക്ഷധർമ്മം, 4 സ്ത്രീധർമ്മം, 5 ഭഗവധർമ്മം എന്നിങ്ങനെയുള്ള 5 ധർമ്മങ്ങളെ കുറിച്ചാണ് ഭീഷ്മദേവൻ നമുക്ക് ഉപദേശം നൽകുന്നത്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ദാനധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം നമുക്ക് നോക്കാം. ഗൃഹസ്ഥ ആശ്രമിയുടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. എന്തുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമി ദാനം കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമി മാത്രമാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. ആശ്രമം മൊത്തം 4 എണ്ണമുണ്ട്. ബ്രഹ്മചാരി ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം. ഈ 4 ധർമ്മങ്ങളിൽ, ഈ 4 ആശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമി മാത്രമാണ് സമ്പാദിക്കുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എന്നിങ്ങനെ 4 മേഖല ചാടിക്കടക്കാൻ സ്വയമേ തയ്യാറായി വരുന്ന വ്യക്തിയാണ് ഗൃഹസ്ഥാശ്രമി. എന്നാൽ മറ്റു 3 ആശ്രമക്കാർക്കും ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. എന്താണത്? 1 അർത്ഥം സമ്പാദിക്കുക, കാമ സംതൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഈ 2ഉം ബ്രഹ്മചാരി ആശ്രമത്തിനില്ല, വാനപ്രസ്ഥനില്ല, സന്യാസിക്കുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അർത്ഥ സമ്പാദനവും ആവശ്യമില്ല, കാമസംതൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതും ആവശ്യമില്ല. എന്നാൽ അവർക്കും മുന്നോട്ട് പോകാൻ അവരുടെ മെയിൻ പരിപാടി ബ്രഹ്മചാരി ആശ്രമത്തിനും വാനപ്രസ്ഥത്തിനും സന്യാസിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനത്തിന് വേണ്ടി അതിശക്തമായി സമയം മൊത്തം വിനിയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ 3 ആശ്രമക്കാരുടെയും പ്രധാനപ്പെട്ട പണി. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനെ സ്വാഭാവികമായിട്ട് മെയിൻ്റനൻസ്, അതിന് പണം ആവശ്യമാണ്. അവർക്ക് പൂർണ്ണമായും ജീവിതം ഭഗവത് ഭക്തിയുക്ത സേവനത്തിനായി സമർപ്പിതപ്പെട്ടതായതുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഗൃഹസ്ഥാശ്രമിക്കുള്ളത്. അതിനായി കൃഷ്ണ കോൺഷ്യസ് പ്രവർത്തന നിരതനായിരിക്കുന്ന ബ്രഹ്മചാരിക്കും, കൃഷ്ണ കോൺഷ്യസ് പ്രവർത്തന നിരതരായിരിക്കുന്ന വാനപ്രസ്ഥനും, കൃഷ്ണ കോൺഷ്യസ് പ്രവർത്തന നിരതരായിരിക്കുന്ന സന്യാസിക്കും അവരുടെ ജീവിതത്തിൽ അവശ്യം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ആ കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമി അത് എങ്ങനെ ചെയ്യണമെന്ന് ശ്രീല രൂപഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വയമേ ആചരിച്ചാണ് അത് കാണിച്ചു കൊടുത്തത്. 50% അദ്ദേഹത്തിന്റെ സമ്പത്ത് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് വേണ്ടി ദാനം ചെയ്യുക, 25% സ്വന്തം ആവശ്യത്തിനും കുടുംബത്തിന്റെ ആവശ്യത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുക, ബാക്കി 25% ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കുക. ഇതാണ് ശ്രീ രൂപഗോസ്വാമി നമുക്ക് പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്രഹ്മചാരി യജ്ഞമാണ് ചെയ്യാൻ സമയം ചെലവാക്കേണ്ടത്, പഠിക്കേണ്ടത്. ഗൃഹസ്ഥൻ ദാനധർമ്മത്തിന് വേണ്ടിയുള്ള വക കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. വാനപ്രസ്ഥനും സന്യാസിയും തപശ്ചര്യയും ലളിത ജീവിതം നയിക്കുന്നതിനും അവരുടെ സമയം വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൃഹസ്ഥാശ്രമിക്ക് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ പണം ഉണ്ടാക്കുന്നതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ ഭക്തിയിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ ഭക്തന്മാർ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്നത് പാപമാണ് എന്നാണ്. ഒരിക്കലും
ഒരു ധർമ്മശാസ്ത്രവും പണം ഉണ്ടാക്കുന്നതിനെ കാര്യത്തിനെ കുറിച്ചോ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചോ പാപമായി പറഞ്ഞിട്ടില്ല. പകരം അതൊരു വലിയ മഹത് കർമ്മമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കൂടുതൽ സമ്പാദിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഒരിക്കലും സ്വന്തം ആവശ്യം നടക്കാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ. ഇൻ പ്രാക്ടിക്കൽ ഒരിക്കലും കഴിയില്ല. അതിനർത്ഥം കൂടുതൽ സമ്പാദിക്കണം എന്ന് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പ്രധാനമായും പറയപ്പെടുന്ന ഒരു വാക്ക് രണ്ടറ്റം, വരവും ചെലവത്തിന്റെയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എല്ലാവരും പാടുപെടുന്നു എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. അത് കൂടുതൽ ദാനം ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ദാനധർമ്മം അത് ആർക്ക് ദാനം ചെയ്യണം? ദയയും ദാനവും രണ്ടും രണ്ടാണ്. ദയ, ദാനം ഇത് രണ്ടാണ്. ദയ എന്ന് പറയുമ്പോൾ കമ്പാഷൻ, കാരുണ്യം എന്നാണ്. ഇപ്പോ വയ്യാതിരിക്കുന്ന ഒരാളോട് നമുക്കൊരു കാരുണ്യം തോന്നും. ഒരു ഹാൻഡിക്രാഫ്റ്റ്, ശാരീരിക വൈകല്യമുള്ള ആളിനെ നമ്മൾ പിടിച്ച് നമ്മൾ നടക്കാൻ സഹായിക്കും. ഇതൊക്കെ ദയയാണ്, അത് ദാനമല്ല. ദാനം എന്ന് പറയുന്നത് അർഹിക്കുന്ന വ്യക്തിക്ക് ദാനം ചെയ്യേണ്ടതാണ്. ഭഗവത്ഗീതയില് തമോ ഗുണദാനങ്ങളെ കുറിച്ചും രജോ ഗുണദാനത്തിനെ കുറിച്ചും സാത്വിക ഗുണദാനത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പണം കൊടുത്ത് ഒരാൾ നശിച്ചു പോവുകയാണെങ്കിൽ അത് തമോ ഗുണദാനമാണ്. നമ്മൾ പണം കൊടുത്ത് ഒരാളെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി അയാളെ തള്ളിവിടുകയാണെങ്കിൽ അത് രജോ ഗുണദാനമാണ്. നമ്മൾ പണം കൊടുക്കുന്നത് കൊണ്ട് ഒരാൾ ആധ്യാത്മികമായി ഉയരുമെങ്കിൽ അത് സാത്വിക ഗുണദാനമാണ്. ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് സാത്വിക ഗുണദാനമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം ചെലവാക്കുന്നുണ്ട്. അത് ഭഗവത്ഗീത ഭാഗവതം അനുസരിച്ചുള്ള ശരിയായ ദാനധർമ്മത്തിൽ പെടുന്നതല്ല. നമ്മൾ ആധ്യാത്മികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ദാനധർമ്മത്തിനെ കുറിച്ചാണ് ഇവിടെ പിതാമഹൻ ഭീഷ്മർ ശരിയായ ദാനം എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത്. ബ്രഹ്മചാരി പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പരമപുരുഷന്റെ സ്വത്താണ് ഈ ലോകമെല്ലാം എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ബ്രഹ്മചാരി പഠനങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഒന്നിന്റെ ഉടമസ്ഥൻ ആരുമല്ല, അതെല്ലാം ഭഗവാൻ മാത്രമാണ് ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും അധിപതി. അതുകൊണ്ട് ഇതെന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല. ഉദാഹരണത്തിന് നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പറയും എന്റെ സ്വന്തം വീടാണ്. വാടക വീടാണോ? അല്ല, വാടക വീടല്ല. ഒറ്റയാണോ? അല്ല, ഒറ്റയല്ല. ഇതോ? ഇതെന്റെ സ്വന്തം വീടാണ്. നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കരമടയ്ക്കുന്നത്? ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് എന്തിനാണ്? അപ്പോ ഇതൊന്നും നമ്മുടേതല്ല, ഗവൺമെന്റിൻ്റെതാണ്. ഗവൺമെന്റ് പറയുന്ന അടിസ്ഥാനത്തിൽ മാത്രമേ ആ വീടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ വിധേയരായി ഗവൺമെന്റിന്റെ അണ്ടറിൽ നമ്മുടെ ഭൂനികുതി കൊണ്ട് അടയ്ക്കുന്നത്. നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ ആർക്കും നികുതി അടയ്ക്കേണ്ടതില്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ അല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അതേപോലെ ഗവൺമെന്റ് പോലും പെർമനന്റ് ഗവൺമെന്റ് അല്ല, എന്നേക്കുമായി അവരുണ്ടാവത്തില്ലല്ലോ. എത്രയോ ഗവൺമെന്റ് മാറി മാറി വന്നിരിക്കുന്നു. അപ്പൊ സത്യം ഗവൺമെന്റ് ആണ് എങ്കിലും പരമസത്യം ഗവൺമെന്റ് അല്ല. ഈ ലോകത്തിലെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ ഭൂമുഖം ഉണ്ടായിരുന്നു. ഈ ഭൂമുഖം ഭരിച്ചത് വ്യത്യസ്തമായ രാജാക്കന്മാരായിരുന്നു. ഇവരാരും തന്നെ എന്നേക്കുമായി ഇവിടുത്തെ അധിപതികളല്ല. അവരെല്ലാം കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ഇവരൊന്നും യഥാർത്ഥ ഭരണാധികാരികൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ഭരണാധികാരി ഭഗവാനാണ്. H2O എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഞങ്ങൾ വെള്ളം ഉണ്ടാക്കും, ഞങ്ങൾക്ക് ലാബോറട്ടറികളിൽ വെള്ളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. എന്നിട്ട് അവർ H2O ചേർത്ത് വെള്ളം ഉണ്ടാക്കുന്നു. എന്നാൽ അവര് അവരായിട്ട് ഉണ്ടാക്കിയതല്ല, ഓയും അവരായിട്ട് ഉണ്ടാക്കിയതല്ല. അവരത് പ്രകൃതിയിൽ നിന്നും എടുത്തതാണ്. മയ്യധ്യക്ഷേണ പ്രകൃതി, ഈ പ്രകൃതി സഞ്ചരിക്കുന്നത് ഭഗവാനാണ്, ഭഗവാന്റെ അധ്യക്ഷതയിലാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ ഇവർക്ക് ഈ ചേരുവകൾ കൊടുത്തത് ആരാണ്? അത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ അധ്യക്ഷൻ ആരാണ്? ഭഗവാനാണ്. അഹം ബീജപ്രദപിത, ഞാൻ എല്ലാവർക്കും ബീജം നൽകിയ പിതാവാണ് എന്ന് പറയും. അപ്പൊ എല്ലാത്തിൻ്റെയും അച്ഛൻ, അധിപൻ, ഭരണാധികാരി, സർവശക്തൻ, നിയന്താവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് നമ്മൾ ഇതിനൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ബ്രഹ്മചാരി അഭ്യസിക്കേണ്ട വിദ്യ 25 വർഷം കൊണ്ട് ഭഗവാനാണ് ഇതിന്റെ എല്ലാം അധിപതി എന്ന് മനസ്സിലാക്കലാണ് ബ്രഹ്മചാരിയുടെ യഥാർത്ഥ കർത്തവ്യം. ഗൃഹസ്ഥൻ നിയന്ത്രണ വിധമായ ലൈംഗിക ജീവിതത്തിന് അനുവദനീയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധർമ്മം, അർത്ഥവും കാമവും നേടേണ്ടിയിരിക്കുന്നു. കാമം ശരിയായ രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള പണസമ്പാദനം ചെയ്യേണ്ട കർത്തവ്യം ഗൃഹസ്ഥനുണ്ട്. എന്നാൽ അദ്ദേഹം സ്വാർത്ഥനാവരുത്. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പണം ഉണ്ടാക്കുന്നു എങ്കിൽ അദ്ദേഹം സ്വാർത്ഥനാണ്. ഉദാഹരണത്തിന് നമുക്ക് മാസം എത്ര രൂപ വരുമാനം വേണം എന്ന് ഒരാളോട് ചോദിച്ചാൽ
എനിക്ക് ഒരു 30,000 രൂപ മതി എന്ന് പറയുകയാണെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥനാണ്. കാരണം എന്ത്? രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുള്ള 50, 25, 25 എന്നിങ്ങനെ ഉള്ള ഡിവിഷനിൽ അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് ആകുന്ന ഡിവിഷൻ മാത്രമേ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കലും ഫ്യൂച്ചർ എക്സ്പെൻസിനോ അതേപോലെ തന്നെ കൃഷ്ണാബോധത്തിന് 50% കൊടുക്കണമെന്നോ ചിന്താഗതിയേ ഇല്ല. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥനാണ് അദ്ദേഹം. എന്നാൽ യഥാർത്ഥ ഗൃഹസ്ഥൻ ശരിയായ ദാനധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടിയുള്ള മെയിൻ്റനൻസിന് വേണ്ടിയുള്ള വരുമാനം മാത്രമല്ല സമ്പാദിക്കേണ്ടത്, അതിൽ കവിഞ്ഞ് സമ്പാദിക്കണം. തീർച്ചയായിട്ടും ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി ഫ്യൂച്ചർ എക്സ്പെൻസ് ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം സ്വന്തം ആവശ്യത്തിനും ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കുന്നത് പോലെയുള്ള തുല്യ അളവിലുള്ള പണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് രൂപഗോസ്വാമി ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തരിക്കുന്ന പാഠം. അപ്പോൾ നല്ലൊരു ഗൃഹസ്ഥനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പണം ഉണ്ടാക്കുക, ദാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള ഈ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ശക്തിയല്ല, അത് ഭഗവാൻ നമുക്ക് തന്ന ശക്തിയാണ്. എല്ലാവരുടെയും ഊർജം ഭഗവാന്റെ ഊർജ സംഭരണിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അത് തിരിച്ച് അവിടെ തന്നെ കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കർമാര് എടുത്ത് അമ്മാനമാടുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. എന്നാൽ അവർ ഈ പ്രപഞ്ചത്തോട് നന്ദി ഉണ്ടാവണം, മറ്റുള്ളവരോട് നന്ദി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രപഞ്ചം വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചം മയ്യദക്ഷേണ പ്രകൃതി എന്ന് പറയുന്ന കൃഷ്ണനിൽ അവർ എത്തിച്ചേർന്നിട്ടില്ല. കാരണത്തിൽ അവർ എത്തിച്ചേർന്നിട്ടില്ല. കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രകൃതിയാണ് നമുക്കെല്ലാം നൽകുന്നത് എന്ന് വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിനു മുകളിൽ അഹം ബീജപ്രദപിത മയ്യദക്ഷേണ പ്രകൃതി, അതിന് പുറകെ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ള ഇത് വരെ ഇന്നത്തെ മോട്ടിവേഷൻ സ്പീക്കർമാർ എത്തിയിട്ടില്ല. എന്നിരുന്നാലും അവർ പറയുന്ന ഒരു കാര്യം, നന്ദിയുള്ളവരായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയാണ് നമ്മൾ സമർപ്പണം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ പ്രകൃതിയോട് മാത്രമല്ല, അത് ഭഗവാനോടാണ്, കാരണത്തിനോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലൂടെയാണ് ഷേക്സ്പിയറിന്റെ നാടകം ടൈപ്പ് ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് ഷേക്സ്പിയറിന്റെ നാടകം ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത ആളിന്റെ സ്വത്തായി മാറില്ലല്ലോ. അതിന്റെ യഥാർത്ഥ നാടകം രചിച്ചത് ആരെന്ന് വെച്ചാൽ ടൈപ്പ് റൈറ്റിലൂടെ അത് പുറത്തു വന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത ആളല്ലല്ലോ ആ നാടകത്തിന്റെ ഉപജ്ഞാതാവ്, അത് ഷേക്സ്പിയർ അല്ലേ. എന്നാൽ ഷേക്സ്പിയറിന് അത്രത്തോളം ബുദ്ധി കൊടുത്തത് ആരാണ്? അത് ഭഗവാനല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സർവ്വകാരണം ഭഗവാനിൽ ചെന്ന് അവസാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് ഭഗവാനോടാണ്. അപ്പോ ഇതിന് പ്രഭുപാദർ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് തന്നെ നമ്മൾ സമർപ്പണം ചെയ്യാം. മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദേവന്മാർ നമ്മളെ യജ്ഞത്തിൽ സംതൃപ്തരായി നമുക്ക് വേണ്ടതെല്ലാം നൽകും. എന്നാൽ അതേ നമുക്ക് കിട്ടിയ സാധനം ദേവന്മാർക്ക് സമർപ്പണം ചെയ്യാതെ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അയാളെ കപടനാട്യക്കാരൻ, അയാൾ ദുഷ്ടനാണ്, അയാൾ തെമ്മാടിയാണ്, അയാൾ താന്തോന്നിയാണ്, അയാൾ സ്വാർത്ഥനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഡ്യൂട്ടിയാണ് ഇങ്ങോട്ട് കിട്ടിയതുപോലെ തന്നവർക്ക് അങ്ങോട്ടും കൊടുക്കുക എന്നുള്ളത്. ഒരു 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 ഇഷ്ട വിഭവം മേടിച്ചുകൊണ്ട് വന്ന അച്ഛന്റെ വായിൽ മക്കൾ അതേ വിഭവം എടുത്ത് സ്നേഹപൂർവ്വം വച്ച് തരുന്നത് പോലെ നമുക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യവും ഭഗവാൻ നമുക്ക് തന്നതാണെന്ന് മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ഭക്തിയുക്ത ഭഗവത് സേവനത്തോടുകൂടി നമുക്ക് കിട്ടിയതെല്ലാം ഭഗവാനും കൂടെ നമ്മൾ സമർപ്പണം ചെയ്യുമ്പോഴാണ് ആ സ്നേഹവിനിമയ കൈമാറ്റം പരിപൂർണതയിൽ എത്തുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ സമുദ്രങ്ങളിൽ നിന്നും മേഘങ്ങൾ മുഖേന നദികൾ ജലം സ്വീകരിക്കുകയും വീണ്ടും ആ ജലം തിരിച്ച് സമുദ്രത്തിൽ തന്നെ നിബന്ധിക്കുകയും ചെയ്യുന്നത് പോലെ നദികൾക്ക് മേഘം സമുദ്രങ്ങളിൽ നിന്നുമാണ് വെള്ളമെടുത്ത് മഴയിലൂടെ നദികളിൽ വെള്ളം കൊടുക്കുന്നത്. എന്നാൽ നദികൾക്കറിയാം ആ വെള്ളം നമ്മുടെ സ്വന്തമല്ല, അത് സമുദ്രത്തിന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് നദികൾ ഒഴുകിപ്പോയി സമുദ്രത്തിന് തന്നെ ആ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. ഇതൊരു സ്നേഹ കൈമാറ്റ വിനിമയമാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഭഗവാനിൽ നിന്നുമാണ് നമുക്ക് എല്ലാ സൗഭാഗ്യവും വന്നു ചേർന്നത്. നമ്മുടെ അഴകായാലും നമ്മുടെ കഴിവായാലും നമ്മുടെ എനർജി ആയാലും നമ്മുടെ ചന്തമായാലും നമ്മുടെ ബുദ്ധി ആയാലും നമ്മുടെ ചിന്തകളായാലും എല്ലാം ഭഗവാനിൽ നിന്ന് നമുക്ക് വന്നു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പരിപൂർണത എന്ന് പറയുമ്പോൾ ഭഗവാനിൽ തന്നെ അത് തിരിച്ചെത്തിക്കുമ്പോഴാണ്. പരമസ്രോതസ്സിൽ നിന്നും ഭഗവാനിൽ നിന്നും കടം കൊണ്ട നമ്മുടെ ഊർജം ഭഗവാന് തന്നെ തിരിച്ചു നൽകേണ്ടതാകും. അപ്പോഴാണ് നമ്മുടെ ശക്തിയുടെ പരിപൂർണത ഉണ്ടാവുന്നത്. അതായത്
ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം 27-ാം ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ, നാം ചെയ്യുന്നത് എന്തും, ഭക്ഷിക്കുന്നത് എന്തും, നാം ഹോമിക്കുന്നത് എന്തും, നമ്മൾ ദാനം ചെയ്യുന്നത് എന്തും, തപസ്യ ചെയ്യുന്നത് എന്തും ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പണമായി ചെയ്യുമ്പോഴാണ് അതിൽ പരിപൂർണത ഉണ്ടാവുന്നത്. യത് കരോഷി യദശ്നാശി യജ്ജുഗോസി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരിശോ മദർപ്പണം. എനിക്കർപ്പിച്ചായി ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ പാപത്തിനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അകർമ്മമല്ല ചെയ്യുന്നത്, നിങ്ങൾ കർമ്മമാണ് ചെയ്യുന്നത്. കർമ്മം ചെയ്താൽ പാപപുണ്യ ഫലത്തിന് നിങ്ങൾ നിരതനാകും. വികർമ്മം ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ്, നരകത്തിൽ പോയി വസിക്കേണ്ടി വരും. എന്നാൽ ഭഗവാൻ അകർമ്മം ചെയ്യാനാണ് പറയുന്നത്. അകർമ്മം എന്ന് പറയുമ്പോൾ എന്തു ചെയ്താലും, എന്തു ഭക്ഷിച്ചാലും, എന്തു ഹോമിച്ചാലും, എന്തു ദാനം ചെയ്താലും, എന്ത് തപസ്സുകൾ ചെയ്താലും പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതിൽ മാലിന്യങ്ങളില്ലാത്തത്, പുണ്യപാപങ്ങളില്ലാത്തത്, ഭക്തിയുക്ത ഭഗവത് സേവനത്തിന് ഉതകുന്നത്, പൂർവ്വജന്മ പാപം പോലും നമ്മളിലുള്ളത് അകറ്റുന്നത്. അതുകൊണ്ടാണ് ഭീഷ്മദേവൻ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും സംഘദോഷം, സ്പർശദോഷം, അന്നദോഷം പൂർവ്വജന്മങ്ങൾ ചെയ്തിട്ടുള്ളത് ആണെങ്കിൽ കൂടിയും നമ്മൾ ശരിയായ രീതിയിലുള്ള ദാനധർമ്മം, പരമദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി ദാനങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ, രാജധർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ, മോക്ഷധർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ, സ്ത്രീധർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ, ഭഗവത് ധർമ്മം, ഭഗവത് ഭക്തന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ നമുക്ക് അതിലൂടെ പ്യൂരിഫിക്കേഷൻ കിട്ടും. ഭക്തിയുത ഭഗവത് സേവനത്തിൽ നമുക്ക് ഉയർത്തപ്പെടുന്ന രീതിയിൽ നമ്മളെ ഉയർത്തിയെടുക്കാൻ കഴിയും എന്നാണ് ഭീഷ്മദേവൻ ദാനധർമ്മം എന്നുള്ള ഈ മേഖലയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. കടം കൊണ്ട് നമ്മുടെ ഊർജത്തെ വിനിയോഗിക്കേണ്ടത് അങ്ങനെയാണ്. ഭഗവാന് സമർപ്പണം ചെയ്താണ് നമുക്ക് കിട്ടിയ ശക്തി വിനിയോഗിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ ശക്തി വിനിയോഗിക്കപ്പെടുമ്പോൾ അത് ഭൗതിക ലഹരിയുടെ മാലിന്യങ്ങളിൽ നിന്നും പവിത്രമാക്കുന്നു. അപ്രകാരം നാം നമ്മുടെ യഥാർത്ഥ സ്വാഭാവിക ജീവിതമാകുന്ന ഭഗവത് സേവനത്തിന് യോഗ്യരായി തീരും. അപ്പൊ നമ്മുടെ ഈ ദുഷിച്ച നമ്മുടെ ഒരു മാലിന്യങ്ങളെല്ലാം നമ്മളിൽ അകലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പക്വത നമുക്ക് കിട്ടും. ഇവിടെ ഭീഷ്മദേവന് ശരീരത്തിലുള്ള സംഘദോഷം, സ്പർശദോഷം, അന്നദോഷം എല്ലാം രക്തത്തിലൂടെ ഒഴുകി പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാസ്ഥിതിക ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് ബോധമണ്ഡലത്തിന്റെ വികാസത്തോടുകൂടി ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സർവീസ് ഏൽപ്പിച്ചു യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശം കൊടുക്കാൻ. അതിന് ഉപദേശം കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് പവിത്രീകരിക്കപ്പെടാൻ കഴിഞ്ഞത് അദ്ദേഹം ഈ പവിത്രീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അപ്പൊ ഈ ധർമാനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ നമ്മൾ പൂർവ്വജന്മ പാപങ്ങളിൽ നിന്നും നമുക്ക് ഊരി വരാൻ കഴിയൂ. അതിന് പറ്റുന്ന ഒരു ഏറ്റവും നല്ല ധർമ്മങ്ങളിൽ ഒന്ന് ദാനധർമ്മമാണ്, പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക് എന്നാണ് ഇവിടെ ഭീഷ്മദേവൻ പറയാൻ നമ്മളോട് ആഗ്രഹിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 5-ാം ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നു, യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. കാരണം അത് മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നതാണ്. എത്ര വലിയ മഹാത്മാവായാലും അദ്ദേഹത്തിന് വീണ്ടും വിശദീകരിക്കപ്പെടാൻ യജ്ഞങ്ങൾക്കും ദാനങ്ങൾക്കും തപസ്സുകൾക്കും കഴിയുമെന്ന് ഭഗവത്ഗീത 18-ാം അധ്യായം 5-ാം ശ്ലോകം നമ്മളോട് പറയുന്നു. യജ്ഞദാന തപസഃ കർമ്മ നാ ത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവാനാനി മനീഷിണ. ഒരിക്കലും നമ്മൾ ഇവ ഉപേക്ഷിക്കരുത്. യജ്ഞം, ദാനം, തപസ്. ഇനി അടുത്തത് നമുക്ക് രാജധർമ്മത്തിലേക്ക് പോകാം. ദാനധർമ്മത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാലചക്ര പ്രഭു നല്ലൊരു ശ്ലോകം അതുമായിട്ട് ബന്ധപ്പെട്ട് സഡനായിട്ട് ദാനധർമ്മം എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഉടനെ അദ്ദേഹം ശ്ലോകം പറഞ്ഞു. ശ്ലോകം ഇതാണ്, ശ്രീമദ് ഭാഗവതം 6-ാമത്തെ കാൻഡോ 10-ാം അധ്യായം 6-ാം ശ്ലോകം. ഇവ ദാനധർമ്മത്തിനെ കുറിച്ചുള്ള നെക്സ്റ്റ് ലെവൽ ഡിസ്കഷനിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഭക്തജനങ്ങൾ അതിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ശ്ലോകം നമ്പർ മാത്രം ഞാൻ ഭക്തന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി അടുത്തത് രാജധർമ്മത്തിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, രാജധർമ്മത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും 20 പോയിന്റ്സ് ആണ് പർപ്പട്ടിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, രാജധർമ്മം വോട്ടിനിട്ട് തെരഞ്ഞെടുക്കേണ്ടതല്ല, ശ്രീല പ്രഭുപാദർ വ്യക്തമായി പറയുന്നു. ഉദാരമതികളായി തീരുന്നതിനായി ക്രമനിബന്ധനായ ശിക്ഷണം നൽകപ്പെട്ടവരായിരുന്നു അന്നത്തെ കാലത്ത് രാജാക്കന്മാർ. വെറുതെ നികുതി പിരിക്കുന്ന, മേൽനോട്ടം വഹിക്കുന്നവർ ഇന്നത്തെ പോലത്തെ ആൾക്കാർ ആയിരുന്നില്ല. പ്രജാക്ഷേമത്തിനായി മാത്രം വിവിധ പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ ശരിയായ രാജാക്കന്മാർ. 2 പോയിന്റ്. 3, മോക്ഷപ്രാപ്തിക്കായി പരിത്രാണനം ചെയ്ത ആൾക്കാരെ നയിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് രാജാവിന്റെ ധർമ്മമായിരുന്നു. ജനന മരണ രോഗ വാർദ്ധക്യത്തിൽ നിന്നും
ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് ജനങ്ങളെ ആമഗ്നരാക്കുക എന്നുള്ളതായിരുന്നു ശരിയായ ഒരു രാജാവിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഇതേ കർത്തവ്യം തന്നെയാണ് ജനനമരണ ചക്രത്തിൽ നിന്ന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരിക എന്നുള്ള കർത്തവ്യമാണ് പിതാവിനുമുള്ളത്, മാതാവിനുമുള്ളത്, ജനങ്ങൾക്കുള്ളത്, ബന്ധുക്കൾക്കുമുള്ളത്. നമ്മൾ ശരിയായ ബന്ധുവോ ഗുരുവോ രാജാവോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ബന്ധുവോ ആണ് നമ്മൾ മറ്റുള്ള ആളുടെ ആണ് എങ്കിൽ യഥാർത്ഥ അതിന്റെ ശരിയായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസിനെ ജനന മരണ രോഗ വാർദ്ധക്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? ഭക്തിയുദ്ധ ഭഗവത് സേവനത്തിലേക്ക് ഒരാൾ വരുന്നതോടുകൂടി ജീവാത്മാവിനെ പരമാത്മാവായിട്ടുള്ള ബന്ധത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നതോടുകൂടി ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മളാകുന്ന ആത്മാവ് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒരുപോലെ ഉപേക്ഷിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് ആധ്യാത്മിക ശരീരം കിട്ടി ഉയർത്തപ്പെടുന്ന പ്രക്രിയയിലേക്ക് അവർ ഉയർത്തപ്പെടുവാൻ വേണ്ടി ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യ ജന്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭക്തിയുദ്ധ ഭഗവത് സേവനം ചെയ്യാൻ വേണ്ടി അവർക്ക് ജ്ഞാനം കൊടുക്കുക, ഭക്തിയുദ്ധ ഭഗവത് സേവന ഉപകാരപ്പെടുന്നതിനുള്ള സത്സംഗങ്ങൾ കൊടുക്കുക, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ധർമ്മം. പിതാവിന്റെ ഡിപ്പെൻഡൻസ് ആയിരിക്കുന്നവർക്ക് കൊടുക്കേണ്ട യഥാർത്ഥ ഉത്തരവാദിത്യം ഈ പറഞ്ഞ പിതാവിനും മാതാവിനും ഗുരുവിനും രാജാവിനും ബന്ധുക്കൾക്കും ഉണ്ട് എന്നാണ് ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയുന്നത്. അടുത്തത് ശരിയായ രീതിയിൽ എങ്ങനെ ഭരണം നടത്തണം, മറ്റുള്ളവർക്ക് ഭക്തിയുദ്ധ ഭഗവത് സേവനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ എങ്ങനെ നയിക്കണം എന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാര് എന്ത് ചെയ്യുന്നു? നികുതി പിരിവിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ആ നികുതി പിരിച്ച പണം കൊണ്ട് ദൂർത്തടിച്ച് സ്വന്തമായിട്ട് ഇന്ദ്രിയ സംതൃപ്തി നടത്തുന്നതുമായ ഭരണാധികാരന്മാരായി ഇന്ന് കലിയുഗത്തിൽ പതനം സംഭവിച്ചിരിക്കുന്നു ഭരണാധികാരിമാർക്ക് എന്നും കൂടെ പുറപ്പെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോരാഞ്ഞിട്ട് കൂടുതൽ ടാക്സ് ചുമത്തുന്നവരുമായി മാറിയിരിക്കുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ആധികാരികമായി പറയുന്ന ശാസ്ത്രങ്ങളെ കുറിച്ച് പുറപ്പെട്ടിൽ പറയുന്നുണ്ട്. മനുസംഹിത എങ്ങനെ ഭരണം നടത്തണം എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ്, ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. പരാശര മുനിയുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും എങ്ങനെ രാജഭരണം നടത്തണം, ക്ഷേമം എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ കുറിച്ച് പറയുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് അറിവ് നൽകുന്നതാണ്. ഇനി അടുത്തത് ബ്രാഹ്മണന്മാരുടെ യഥാർത്ഥ കർത്തവ്യം എന്ന് പറയുന്നത് ശരിയായ ഭരണം നടത്തുന്ന ക്ഷത്രിയ രാജാക്കന്മാർക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശകന്മാരായിട്ടാണ് ബ്രാഹ്മണന്മാരുടെ സ്ഥാനം. മറ്റൊരു ശ്ലോകത്തിൽ ഞാൻ ശ്രീമദ് ഭാഗവതത്തിൽ വായിച്ചു, യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്ന ക്ഷത്രിയന്മാരുടെ സ്വത്തല്ല ആ രാജ്യം, യഥാർത്ഥത്തിൽ ആ സ്വത്ത് ബ്രാഹ്മണന്മാരുടേതാണ്. എന്നാൽ ഭരണം നടത്താൻ വേണ്ടി ക്ഷത്രിയന്മാരുടെ ബ്രാഹ്മണന്മാരെ ഏൽപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണന്മാർ ചെയ്യുന്നത്. ഒരിക്കലും ബ്രാഹ്മണന്മാരെക്കാൾ മുകളിലല്ല ക്ഷത്രിയന്മാരെന്നും ബ്രാഹ്മണന്മാരാണ് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നാഥന്മാരെന്നും അവർ ഭരണം നടത്തുന്ന കാര്യത്തിൽ തല പുണ്ണാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ക്ഷത്രിയന്മാരെ ആ ജോലി ഏൽപ്പിച്ചിട്ട് അവർ കൂടുതൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവര് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്. ഇപ്പൊ എനിക്ക് റീകളക്ട് ചെയ്യാൻ ആ ശ്ലോകം പറ്റുന്നില്ല. അത് വായിച്ചതിന് ശേഷമാണ് ബ്രാഹ്മണന്മാരുടെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ കാലത്ത് ഭരണാധിപന്മാർക്ക് അങ്ങനെ ഒരു ബ്രാഹ്മണരും ഇല്ല, അങ്ങനെ ഒരു ഉപദേശികൾ അവർ സ്വീകരിക്കത്തുമില്ല എന്നുള്ള രീതിയിൽ കലിയുഗത്തിൽ പതനം സംഭവിച്ചിരിക്കുന്നു. ഒരു ഉത്തമ രാജാവ് എന്ന് പറയുന്നത് ആദർശധീരനായിരിക്കണം. ഇനി കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. ഒരു ഉത്തമ ഭരണാധികാരിയുടെ കഴിവുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ആദർശധീരനായിരിക്കണം രാജാവ്, ദൈവഭക്തിയുള്ള ആളായിരിക്കണം, വിക്രാന്തനായിരിക്കണം, ധർമ്മനിഷ്ഠനായിരിക്കണം, ഉദാരമതിയായിരിക്കണം. അതേപോലെ പ്രജകളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാവരുത്, ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ മുഴുകുന്ന ആളാവരുത്, മടിയനായ ഒരു വ്യക്തി ആകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. രാജ ഋഷി എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. രാജാവാണ് ജനങ്ങൾക്ക്, എന്നാൽ ഋഷിയാണ് പേഴ്സണൽ ലൈഫിൽ. ഭൗതികമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മലിനമാക്കത്തില്ല. ഋഷിയെ പോലുള്ള പേഴ്സണൽ ലൈഫും രാജാവ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന രാജാവ് എന്നുള്ള ഉദ്യോഗവും പേഴ്സണൽ ലൈഫിൽ ഋഷിയാണ്. പിന്നെ കള്ളന്മാരെയും കൊള്ളക്കാരന്മാരെയും ശിക്ഷിക്കാൻ സദാ ജാഗരൂകനായിരിക്കണം രാജാവ്. അർത്ഥശൂന്യമായ അഹിംസയുടെ പേരിൽ അത്തരക്കാരിൽ ദയ കാട്ടുന്നവനായിരിക്കരുത് രാജാവ്. സംഘടിതമായ സമൂഹത്തിൽ ഭാവിയിൽ ദ്രോഹങ്ങൾ പ്രവർത്തിക്കാൻ ആരും ധൈര്യപ്പെടാത്ത വിധത്തിൽ മാതൃകാപരമായി കള്ളന്മാരെയും കൊള്ളക്കാരന്മാരെയും ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ് രാജാവ്. എന്നാൽ ഇപ്പോൾ ആ കൊള്ളക്കാരന്മാർ തന്നെയാണ് രാജഭരണം നടത്തുന്നത് എന്നും കൂടെ പ്രഭാത് പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതേപോലെ നികുതി നിയമം വളരെ ലളിതമായിരിക്കണം, കോംപ്ലിക്കേഷൻ ആക്കരുത്. പ്രജകളുടെ വരുമാനത്തിന്റെ 1/4 രാജാവിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്.
അതുകൊണ്ട് ടാക്സ് നമ്മൾ ഓരോരുത്തരും കൊടുക്കണം. അതിൽ ഒരു വിഷമം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പൈസ വെച്ചാണ് പ്രജാക്ഷേമപരമായ വികസനത്തിന് വേണ്ടി രാജാവ് ആ പണം വിനിയോഗിക്കുന്നത്. അത് അല്ലാതെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അല്ല ഈ ടാക്സ് കളക്ട് ചെയ്ത പണം ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ രാജാവ് ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ആൾക്കാര് ഡിസ്റ്റർബൻസ് ആവാതെ കൂടുതൽ സമയം അവർക്ക് ഭക്തികാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് വികസനത്തിന്റെ ആവശ്യം. ഉദാഹരണത്തിന് ട്രാഫിക് ജാം, നല്ല റോഡില്ല എങ്കിൽ നമ്മൾ ട്രാഫിക് ജാമിൽ ജനങ്ങളെല്ലാം പെട്ടുപോകും. എത്രയോ മണിക്കൂറുകൾ ട്രാഫിക് ജാമിൽ നിന്ന് നമ്മൾ സമയം കളയുമ്പോൾ നാമം ജപിക്കേണ്ട സമയമെല്ലാം പാളിപ്പോവും, സമയമെല്ലാം പോകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എത്ര തന്നെ വീതി കൂട്ടിയാലും ട്രാഫിക് ജാമിന് ഒരു കുറവുമില്ല. അപ്പൊ എത്രയോ മണിക്കൂറുകൾ നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ടുപോകുന്നത് നമ്മുടെ വിലപ്പെട്ട മനുഷ്യ ജീവിതത്തിലെ ധർമ്മമായ ഹരിയുടെ തിരുനാമ ജപവും ഭക്തിയുക്ത ഭഗവത് സേവനവും ശ്രീമദ് ഭാഗവത പഠനവും ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോകുന്നത്. അപ്പൊ അതിന് പരിഹാരം എന്താണ്? വികസിതമായ വലിയ റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. അപ്പൊ പെട്ടെന്ന് നമുക്ക് യാത്ര ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്താം. അതിന് ഗവൺമെന്റിന് പൈസ എവിടെ നിന്നാണ്? രാജാവിന് പൈസ എവിടെ നിന്നാണ്? അത് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് തന്നെ. നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന്റെ 1/4 രാജാവ് രാജ്യത്തിന്റെ പുരോഗതിക്കായി, നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി, നല്ല നല്ല വെള്ളം കൊടുക്കുവാനും, നല്ല തണൽ വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കുവാനും, അതേപോലെ തന്നെ നല്ല ടോയ്ലറ്റുകൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും, നല്ല യാത്രാ സൗകര്യമുള്ള റോഡ് കെട്ടിക്കൊടുക്കുവാനും, നല്ല ശാന്തമായി വിശ്രമിക്കാൻ പറ്റുന്ന നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനും, ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുമാണ് ശരിക്കും ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടത് ആ പണം. അപ്പൊ നികുതി നിയമം ലളിതമായിരിക്കണം. അത് പ്രജകളുടെ വരുമാനത്തിൽ 1/4 രാജാവിന് എടുക്കാം. അങ്ങനെ അവരുടെ സ്വത്ത് പങ്കുവെക്കേണ്ടി വരുന്നതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്ത്? അത് വിദ്വേഷമോ വെറുപ്പോ കൂടാതെ എല്ലാവരും ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഈ കൊടുക്കുന്ന പൈസ അവർക്ക് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് തിരിച്ചും തരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇത് നല്ല ഭരണാധികാരികൾ ഉള്ള സ്ഥലത്ത് ധാന്യങ്ങൾ ഉണ്ടാവും, ഫലങ്ങൾ ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും, പട്ടുനൂലുണ്ടാവും, പരുത്തി ഉണ്ടാവും, നല്ല പാലുണ്ടാവും, പാലുൽപ്പന്നങ്ങൾ ഉണ്ടാവും, രത്നങ്ങൾ ഉണ്ടാവും, ധാതുക്കൾ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് സുഭിഷ്ടമായിട്ട് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും. പ്രജകൾ സ്വാഭാവികമായിട്ട് കൃഷിയിലും പരിപാലനത്തിലും ഗോസംരക്ഷണത്തിനുമായി ഏർപ്പെട്ടിരിക്കും. അവർ എൻഗേജ്ഡ് ആയിരിക്കും. അതിലൂടെ ധാന്യങ്ങളും ഫലങ്ങളും പാലും ഒക്കെ യഥേഷ്ടം കിട്ടുന്നത് കൊണ്ട് ഇനി പറയുന്ന പോയിന്റ്സ് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നമുക്ക് കൃത്രിമമായ സോപ്പിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നത്, ചമയങ്ങളുടെ ആവശ്യമില്ലെന്നാ പറയുന്നത്. കാരണം ഇതൊക്കെ ശരിയായ ഭക്ഷണങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് മുഖത്തിനെ ശുദ്ധിപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. ശരിയായ ഭക്ഷണം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചന്തമായിരിക്കും എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, സിനിമകളുടെയും മദ്യശാലയുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞത് സത്യസന്ധമായി പറയാം, എനിക്ക് മനസ്സിലായിട്ടില്ല. അതിലും ഇതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സീനിയർ വൈഷ്ണവരായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെയും മദ്യശാലയും ഇവിടെ എന്തുകൊണ്ട് വേണ്ടാതെ ഇല്ല, നല്ല ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ സിനിമയുടെയും മദ്യശാലയുടെ ആവശ്യമില്ല എന്നിവിടെ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ കൂടിയുള്ള ഭക്തജനങ്ങൾക്ക് അതിന്റെ മൈൻഡ് ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഈ ക്ലാസ്സിന് അവസാനം ദയവായി എന്റെയും കൂടെ അറിവിലേക്ക് പകർന്നു നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്ത 10ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, രാശിയുടെ ഒരു ഗവൺമെന്റിന്റെ, ഒരു രാജാവിന്റെ ശരിയായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി പറയുന്നു. ഒരു മനുഷ്യരാശിയുടെ നിയന്ത്രിത ഊർജം യഥോചിതമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് രാജാവ് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്താണ് യഥാവിധി വിനിയോഗം? ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് ആ ഊർജം മാറ്റപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. മൃഗങ്ങളുടേതായ സഹജവാസനയിലേക്ക് നിറവേറ്റേണ്ടതല്ല മനുഷ്യ ജീവിതം. അതായത് ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. ഇതൊക്കെ ചെയ്യാൻ മൃഗമായിട്ട് പിറന്നാലും, കൃമിയായിട്ട് പിറന്നാലും, കീടമായിട്ട് പിറന്നാലും, ജലജന്തുവായിട്ട് പിറന്നാലും, പറവകളായിട്ട് പിറന്നാലും ഒക്കെ ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ മനുഷ്യജന്മം ഈ 4 കാര്യം മാത്രം ചെയ്യാനല്ല. പകരമോ അഹദോ ബ്രഹ്മജിജ്ഞാസ, ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടലാണ്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവരുടെ ജീവിതം, സമയം, പണം, ബന്ധുക്കൾ, പദവി ഇവയെല്ലാം വിനിയോഗിക്കലുമാണ് യഥാർത്ഥ മനുഷ്യജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണോ ജനങ്ങൾ ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു രാജാവിനുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ രാജാവിന് ഭരണസമിതിയിലുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇന്ന് അതുണ്ടോ? ഇന്ന് വോട്ടിനിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരിൽ നിന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയെയും
ജലവകുപ്പ് മന്ത്രിയെയും വിദേശകാര്യ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഒരാളിനെ വ്യക്തിഗത യോഗ്യതയ്ക്ക് അടിസ്ഥാനിച്ച് സെലക്ട് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. യോഗ്യനായ വ്യക്തി വെളിയിലിരിക്കും, അയോഗ്യനെ വോട്ടിനിട്ട് തിരഞ്ഞെടുത്ത് MP ആക്കി വിടും, MLA ആക്കി വിടും. അതിൽ നിന്ന് മാത്രമേ അതിന്റെ മിനിസ്റ്ററിനെ നമുക്ക് എടുക്കാൻ കഴിയൂ. വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ആൾക്കാര് ജയിച്ചു എന്ന് സംഖ്യ നോക്കി വായിക്കാൻ അറിഞ്ഞൂടാത്ത വിദ്യാഭ്യാസ മന്ത്രിമാർ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതേപോലെ രാജാവിനെ മേൽനോട്ടം ശരിയായ വണ്ണം വഹിക്കേണ്ടതായും വരും. ഇവരെ വ്യക്തിഗത യോഗ്യത അനുസരിച്ച് ഏതെങ്കിലും അർഹമായ പോസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ വ്യക്തിഗത യോഗ്യത അളക്കാനുള്ള മൈൻഡ് ആപ്ലിക്കേഷൻ ഒരു രാജാവ് നിർവഹിക്കേണ്ടതാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സന്തോഷിക്കാനുള്ള ഒരു കാര്യമുണ്ട്. MLA MP ഇലക്ഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലും രാജ്യസഭ MP മാരെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. അത് യോഗ്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ഇന്നും നമ്മുടെ ഭാരതത്തിൽ പോലും രാജ്യസഭ MP മാരെ നമ്മൾ യോഗ്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും മേഖലയിൽ നല്ല രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരെയാണ് രാജ്യസഭയിലേക്ക് സാധാരണഗതിയിൽ ഇപ്പോഴും നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതാത് മേഖലയിൽ വ്യക്തിമുദ്ര പതിച്ച ആൾക്കാരെ രാജ്യസഭ MP ആയാൽ കൂടി മന്ത്രിപദം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴും നിലവിലുള്ളത് ഈ പറഞ്ഞ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് വരെ ഞാൻ രാജ്യസഭയിലുള്ള MP മാരെ എന്തിന് നോമിനേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രഭുപാദിന്റെ ഈ പുറപ്പെട്ട് വായിച്ചപ്പോഴാണ് അത് വ്യക്തിഗത യോഗ്യത അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തപസ്സികൾ ആത്മജ്ഞാന പ്രചരണത്തിനായി സർവ്വതും പ്രതിനിധീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവർ അധപതിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായി ചേരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ എന്ന് ഒരു രാജാവ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ വന്നു ചേർന്ന കലിപുരുഷനെ വിരട്ടാൻ കാരണം ഈ അധപതനത്തിന് അദ്ദേഹം കരുക്കൾ നീക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോ ഒരു രാജാവ് തപസ്സികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ ഭക്തന്മാർക്കുണ്ടാകുന്ന യാതൊരു വിധത്തിൽ അധിക്ഷേപവും പരമദിവ്യ പുരുഷനായ ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഒരു രാജാവ് ഒരിക്കലും ഭക്തന്മാർക്ക് അധിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നടപ്പിൽ വരുത്താത്ത രീതിയിൽ രാജ്യം സംരക്ഷിക്കേണ്ടതാണ്. നമ്മൾ മഹാഭാരതം ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, ഭക്തന്മാർക്കുണ്ടായ ദോഷത്തിന് ഭഗവാൻ തിരിച്ചടി കൊടുത്തതാണ് മഹാഭാരതമായാലും രാമായണമായാലും. അതുകൊണ്ട് ഭഗവാൻ ഭക്തന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഭയാനകമായി തിരിച്ച് പ്രതികരിച്ചളയും. പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി അതിഭീകരമായ രീതിയിൽ പണിഷ്മെന്റ് അഭക്തന്മാർക്ക് കൊടുത്തു കളയും. ആ രാജ്യം എല്ലാം അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു നല്ലൊരു രാജാവ് അതുപോലത്തെ ദോഷങ്ങളൊന്നും ഭക്തന്മാർക്ക് വരാത്ത രീതിയിൽ ആ രാജ്യം ഭരിക്കേണ്ടതാണ്. അതേപോലെ പറയുന്നത് സമയമായി ഒരു 4-5 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. രാജ്യത്തെ അജ്ഞർക്കും വലിയ അറിവില്ലാത്തവർക്കും സംരക്ഷണം നൽകേണ്ടത് രാജാവിന്റെ കർത്തവ്യമാണ്. നിസ്സഹായന്മാരായിരിക്കുന്ന ആൾക്കാർക്കും പെൻഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് രാജാവിന്റെ കർത്തവ്യമാണ്. വിധവാ പെൻഷൻ എന്തുകൊണ്ടുണ്ടായെന്ന് ഈ പുറപ്പെട്ട് വായിച്ചപ്പോൾ മനസ്സിലായി. വിധവകൾക്കും രാജാവ് സംരക്ഷണം ഉറപ്പാക്കേണ്ടതാണ്. ശത്രുക്കൾ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ സൈന്യ സജ്ജീകരണം നടത്തുന്നത് ഒരു രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഫോർച്ചുനേറ്റ്ലി ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരൊറ്റ ഡ്രോൺ പോലും പാകിസ്ഥാൻ ഇങ്ങോട്ട് 1000 എണ്ണം അയച്ചു, എന്നാൽ ഒന്ന് പോലും ഇന്ത്യ മഹാരാജ്യത്ത് പതിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു യോഗ്യനായ ഒരു ഭരണാധികാരി ആ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കലിയുഗത്തിലാണെങ്കിൽ കൂടിയും ഒരൊറ്റ ബോംബ് പോലും ഇന്ത്യയിൽ വീണില്ല. അതിന് ഒരു കവചം സൈന്യ സജ്ജീകരണം എല്ലാം ആൾറെഡി ഭാരതം അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് രാജ്യത്തിൽ താമസിക്കുന്ന നമ്മളെപ്പോലുള്ള ഭക്തന്മാർക്ക് ഇതുപോലെ ബോംബിന്റെ ആക്രമണമൊക്കെ വന്ന് ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നില്ല. അത് ഒരു രാജാവിന്റെ കർത്തവ്യമാണ് എന്നാണ് ഈ പറയുന്നത്. നികുതി പ്രക്രിയ ലളിതമാണ് എന്ന് മാത്രമല്ല, അതിലൂടെ പണം പിരിച്ചെടുക്കുന്നത് ദുർവ്യാവ്യായം ചെയ്യാതെ കരുതൽ ധനത്തെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ജോലി രാജാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും പടയാളികളെ നിയമിക്കണം എന്ന് മാത്രമല്ല, അവർക്ക് പ്രത്യേക കർമ്മ നിർവഹണത്തിനായി വ്യത്യസ്ത രീതിയിലുള്ള പരിശീലനം ഏർപ്പെടുത്തേണ്ടതും രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലുള്ള ഒരു ഭരണാധികാരികളെ കേരളത്തിൽ നിന്നുള്ള പട്ടാളത്തിലെ ആൾക്കാരെ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വിനിയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ത്? അവർ നോക്കുമ്പോൾ അവരുടെ തന്നെ സ്വന്തക്കാരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. അവര് വേണ്ട വിധം കർത്തവ്യ നിർവഹണം ചെയ്യൂല. അപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെ ജമ്മു കാശ്മീരിലെ ആൾക്കാരെ സിക്കിമിലുള്ള ആൾക്കാരെ
മറ്റേ തമിഴ്നാട്ടിലൊക്കെ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സൈന്യ വിന്യാസം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാരെയും സൈന്യത്തിൽ എടുക്കേണ്ടത് ഒരു രാജാവിന്റെ കർത്തവ്യമാണ് എന്ന് മാത്രമല്ല, ചില ആൾക്കാരെ ബ്ലാക്ക് കാറ്റ്സ് ആയിട്ട് പരിശീലനം കൊടുക്കും, ചില ആൾക്കാരെ നീന്തൽ വിദഗ്ധനായിട്ട് പരിശീലനം കൊടുക്കും, ചില ആൾക്കാരെ അഗ്നിയെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്ക് പഠിച്ച വ്യക്തികളായി അഗ്നിക്ഷേമ വിദഗ്ധന്മാരായിട്ട് പരിശീലനം കൊടുക്കും. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള ടാസ്ക് ഫോഴ്സിനെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തവും രാജാവിനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ആകെ സംസാരിച്ചത് 5 ടോപ്പിക്കുകളിൽ 2 ധർമ്മത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ദാനധർമ്മം, രാജധർമ്മത്തിനെ കുറിച്ച് മാത്രം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ ഉണ്ടെങ്കിലും സമയത്തിന്റെ കുറവ് കാരണം നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. രാജധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധം 21-ാം അധ്യായം 36-ാം ശ്ലോകം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. പൃഥു മഹാരാജാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളെല്ലാം രാജധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രാജാവിന് പ്രജകളുടെ 1/6 പുണ്യം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മോശമായ രീതിയിൽ രാജഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവിന് പ്രജകളുടെ പാപത്തിന്റെ 1/6 കിട്ടുന്നതാണ് എന്നുള്ള ശ്ലോകങ്ങൾ ഭാഗവത്തിലുണ്ട്, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് ലൊക്കേറ്റ് ചെയ്ത് ഇപ്പോൾ പ്രസന്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് മോശ ധർമ്മത്തിനെ കുറിച്ചും ശ്രീധർമ്മത്തിനെ കുറിച്ചും ഭഗവത് ധർമ്മത്തിനെ കുറിച്ചുമുള്ള ഡിസ്കഷൻ സമയത്തിന്റെ പരിമിതി കാരണം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിതനാണ്. എന്നിരുന്നാലും മോശപ്രാപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ശ്രീമദ് ഭാഗവതം 3-30 ചാപ്റ്ററുകളിൽ ഫോറസ്റ്റ് ഓഫ് എൻജോയ്മെന്റ് എന്നുള്ള കാര്യങ്ങളിൽ മോശധർമ്മത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡിസ്കഷനിൽ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധം 14-ാമത്തെ ചാപ്റ്ററുകളിലും മോശപ്രാപ്തിക്കായുള്ള കാര്യങ്ങൾക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ പർപ്പട്ടിൽ തന്നെ 14 പോയിന്റാണ് ശ്രീല പ്രഭുപാദർ നമ്മുടെ ശ്രദ്ധയിൽ മോശധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. ശ്രീമദ് ഭാഗവതം 7-ാമത്തെ സ്കന്ധം 11-ാം അധ്യായം മുതൽ 25 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ സ്ത്രീജനങ്ങളുടെ കർത്തവ്യത്തിനെ കുറിച്ച് കൂടുതൽ നല്ല രീതിയിലുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. ശ്രീമദ് ഭാഗവതം 7-ാമത്തെ സ്കന്ധം 11-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീധർമ്മത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നതാണ്. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം 21-ാമത്തെ ചാപ്റ്ററുകളിൽ വീണ്ടും സ്ത്രീജനങ്ങളെ കുറിച്ച് കർത്തവ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നതാണ്. ഭക്തധർമ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധം 16-ാം അധ്യായം 41-ഓ 42-ഓ ആണ് ഭക്തന്മാരുടെ കർത്തവ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക്. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. 7.11 25 മുതൽ 29 വരെ 25 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീധർമ്മത്തിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നതാണ്. കൃഷ്ണകൃപ. ഇനി കൺക്ലൂഷനിലായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും അവസാനമായി നമ്മുടെ ഭീഷ്മദേവൻ നമ്മളോട് പറയുന്നത്, വീട്ടിൽ ഭഗവാന് വിഗ്രഹരൂപത്തിൽ സ്ഥാപിച്ച് വീട്ടിൽ ഭഗവാന് തുളസിയിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വൃത്തിയോടുകൂടി ഭഗവാന് നിവേദ്യം സമർപ്പണം ചെയ്ത് അത് നമ്മുടെ തന്നെ കുടുംബാംഗങ്ങളായ ഭക്തജനങ്ങൾക്ക് പ്രസാദം വിളമ്പി ആ പാത്രങ്ങൾ കഴുകി അതിനുവേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോയി ആ ജോലിയിലൂടെ കിട്ടുന്ന സമ്പത്ത്, കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന സമ്പത്ത്, സേവ, ഇവയെല്ലാം ഭക്തിയുത ഭഗവത് സേവനം ആക്കാൻ വീട്ടിൽ വിഗ്രഹാരാധന തുടങ്ങിയാൽ മതി, ഭഗവാൻ നിവേദിച്ച ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആണ് ഇവിടെ അവസാനിക്കുന്നത്. പുണ്യസ്ഥലവാസം എന്ന് പറയുന്നതോടുകൂടി നമുക്ക് വീടിന് ചുറ്റും തുളസി ചെടി നട്ടുപിടിപ്പിച്ച് നമ്മൾ പരിചരണം നടത്തിയാൽ നമ്മുടെ വീട് മുഴുവനും പുണ്യസ്ഥലമായി മാറുന്നതാണ്. ഭഗവത് ദിവ്യനാമം നമ്മൾ വീട്ടിലിരുന്ന് 16 റൗണ്ട് ഹരേകൃഷ്ണ മാമന്ത്രം ജപിക്കുകയും എന്നും ഈ സൂം ക്ലാസിന്റെ അടക്കമുള്ള സപ്പോർട്ടോടുകൂടി ശ്രീമദ് ഭാഗവതം ചർച്ചകൾ നമ്മൾ ഡെയിലി കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണോ ശ്രീല പ്രഭുപാദർ പർപ്പട്ടിലൂടെ പറയുന്നത് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാം. എന്താണോ ഭീഷ്മദേവൻ നമുക്ക് യുധിഷ്ഠിരമഹാരാജിലൂടെ നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നത് അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാം. എല്ലാ സൗഭാഗ്യവും ഭഗവത് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഫോളോ ചെയ്യാൻ നമുക്ക് ഭഗവാൻ മനക്കട്ടിയും ആത്മബലവും ബുദ്ധിയും ഒക്കെ ഭഗവാനും ഭക്തന്മാരും തന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷനോ കമന്റ്സോ പോയിന്റ്സോ എന്തുണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് ദയവായി പറയാം പ്ലീസ്.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. കേട്ട് ഇരുന്ന് പോയി, സമയം പോയത് അറിഞ്ഞില്ല. ഒരു ശ്ലോകത്തിന് ഇത്രയധികം പുറപ്പെട്ട് അത് കുറെയൊക്കെ വിശദാക്കി തന്നതിന് വലിയ സന്തോഷമുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിരിക്കാൻ സമയം പോകുന്നത് അറിഞ്ഞില്ല. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഇനി കേൾക്കാൻ തോന്നുന്ന പോലെ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൺക്ലൂഷൻ നമ്മുടെ ഭരണാധികാരി എങ്ങനെ ഇരിക്കും എന്നുള്ളതിനും 10ാം സ്കന്ധത്തിൽ ഒരു പർപ്പോട്ടിൽ പറയുന്നുണ്ട്. ലോകത്തിലെ ജനാധിപത്യം, അതായത് നമ്മൾ വോട്ട് ചെയ്യുമ്പം എങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു താക്കീതൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രഭുപാദം. ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾ കൃഷ്ണാബോധമുള്ള നേതാക്കന്മാരെ വേണം തിരഞ്ഞെടുക്കാൻ. അവരാകുമ്പോൾ ദൈവത്തിന്റെ നിയമങ്ങളോട് പൊരുത്തപ്പെടുന്ന ഭരണം കാഴ്ചവെക്കും. പരമപുരുഷന്റെ ഇച്ഛ എന്തെന്നറിയാത്തവരോ മറന്നവരോ ആയ ഭൗതികവാദികളായ നേതാക്കന്മാർക്ക് അപ്രതീക്ഷിതവും പ്രക്ഷുബ്ധവുമായ സംഭവങ്ങൾ നേരിടാൻ ഇടവരും. നിസ്സംശയം അത്തരം ശിക്ഷ ആ നേതാക്കന്മാർക്ക് ലഭിക്കുമ്പോൾ ഈ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തതിന് ഉത്തരവാദികളായ ജനങ്ങൾക്കും ആ കഷ്ടതകൾ പങ്കിടേണ്ടി വരും. ഹരേ കൃഷ്ണ. സൂപ്പർ മാജി. നന്നായി നന്നായി, സൂപ്പർ ആയിട്ട് അത് എടുത്ത് വായിച്ചു. താങ്ക് യു മാജി. വോട്ട് ചെയ്യാൻ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം നമ്മള്. കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടുമോ? എന്താ മാജി? നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അത് അറിയില്ല. ഐശ്വര്യ, എങ്ങനെയാണ്? എനിക്കൊരു അവസരം കൂടെ തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. 2 പോയിന്റ്സും കൂടെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു അവസരത്തിൽ പറയാൻ പറ്റട്ടെ. ഈ മാസം ബാക്കി ഡേറ്റ്സ് എല്ലാം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. അപ്പൊ പിന്നെ മൊത്തത്തിൽ അത് മറ്റു ഡിവോട്ടീസിന് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു ദിവസം എടുത്താൽ മതി. അല്ല, ഒരു ശ്ലോകം നമ്മൾ പഠിപ്പിക്കുമ്പോ അത് കംപ്ലീറ്റ് ആക്കി പോണതല്ലേ അതിന്റെ ഒരു. നാളത്തെ ക്ലാസ് എടുക്കുന്ന ആളിനോട് ഇതും കൂടെ ചേർത്ത് സംസാരിക്കാൻ പറയാം. ഓക്കെ പ്രഭു. ക്ഷമിച്ചാൽ. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നല്ല ക്ലാസ്. ഇനിയും പ്രഭു ക്ലാസ് എടുക്കാൻ വരണം. ഓക്കെ, എനിക്ക് ആ ഭാഗ്യം കിട്ടട്ടെ മാതാജി. എനിക്ക് ആ ഭാഗ്യം ഭാവം തരട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. മദ്യശാലയുടെയും സിനിമാശാലയുടെയും കാര്യം പറഞ്ഞു. പറയും മാതാജി. അതെനിക്ക് അറിയില്ല, പറഞ്ഞാലും. എനിക്കും അറിയില്ല. ഇവിടുന്ന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ വേറെ ഇല്ലെന്ന് ഓർത്തായിരിക്കും അത് വേണ്ടെന്ന് വെക്കുന്നേ. അതെന്തായാലും നമുക്ക് സീനിയർ വൈഷ്ണവരുടെ അടുത്ത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. എന്താണ് അതിന്റെ ആ ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. മദ്യശാലയും വേണ്ട, സിനിമയും വേണ്ട. ഹരേ കൃഷ്ണ പ്രഭു, അത് നമ്മുടെ 1ാം സ്കന്ധത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ ഒക്കില്ല. ആ ഇന്ദ്രിയങ്ങൾ പലതിലും വ്യാപരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്ന ഭഗവാന്റെ കാര്യത്തിൽ മാത്രമാക്കണം. ഇതിന്റെ ഒരു രത്നചുരുക്കം ഞാൻ പറഞ്ഞാണ് എന്നൊരു ശ്ലോകം പറയുന്നുണ്ട് പ്രഭു. അത് പ്രത്യേകം പർപ്പോട്ടിൽ പറയുന്നുണ്ട്. സിനിമാശാലകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും പോകാതെ ഭഗവാന്റെ സേവയിൽ മാത്രമാക്കണമെന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ആയിരിക്കാം. നല്ല ധർമ്മിഷ്ഠനായ ആൾക്കാർ ഭരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചിന്തയെ വരത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആയിരിക്കാം. എന്തായാലും കൃത്രിമമായ സോപ്പിന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. സമയങ്ങളുടെ ആവശ്യവുമില്ല. കാരണം അത് തേച്ചിട്ട് സൗന്ദര്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. തേക്കാതെ തന്നെ സുന്ദരന്മാരാണെന്നാണ് അതിനർത്ഥം. അത്രയ്ക്ക് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു റിക്വസ്റ്റ് പ്രഭുജി, ഇന്ന് എടുത്ത വേഴ്സസ് ഒക്കെ, റെഫറൻസ് വേഴ്സസ് ഒക്കെ ഗ്രൂപ്പിൽ ഇടുമോ? ഇടാം മാജി, ഇടാം. തീർച്ചയായും മാജി. കൃഷ്ണകൃപയാണ്. നന്ദി മാജി. നന്ദി. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഐശ്വര്യ, ഹരേ കൃഷ്ണ. വാഞ്ച കൃപാ സിദ്ധിഭൈവച പതിതാനാം പവനേവോ വൈഷ്ണവേവോ നമോ നമഃ. ദണ്ഡവത് പ്രണാമം.